ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. ഇത് കണ്ടോ, നല്ല ഒന്നാന്തരം ചെറിയ മത്തി. ഇതെന്തുവാണെന്നറിയാമോ? ഞാൻ കടയിൽ ചെന്ന് നോക്കിയപ്പോൾ ഇന്ന് ഞാൻ ചെറുതെ മീൻ വാങ്ങാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് പോയപ്പോൾ ഇതുവരെയും കാണാത്തതുപോലെ ചെറിയ മത്തി അത് അവർ വെട്ടി ക്ലീൻ ചെയ്ത് നല്ല സൂപ്പറാക്കി വെച്ചിരിക്കുന്നു. അപ്പം ചെറിയ മത്തി കാണുമ്പോഴേ വെട്ടിക്കഴുകുക എന്നുള്ളതാണല്ലോ എൻ്റെ വലിയ പ്രശ്നം. അപ്പോൾ എനിക്ക് വെട്ടിക്കഴുകി നല്ല ക്ലീനാക്കി വെച്ചിരിക്കും. ഞാൻ കണ്ടത് എടുത്ത് ചാടി ഒരു 2 പൗണ്ട് മത്തി മേടിച്ചു. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ കറി വെക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ചെറിയ മത്തി കണ്ടതേ ഞാൻ പെട്ടെന്ന് പോയി അവിടെ കടയിൽ മാങ്ങ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ എനിക്ക് മാങ്ങയും കിട്ടി. അപ്പം നമ്മളിന്ന് മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് മത്തിക്കറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മീൻ തേങ്ങ അരച്ച് കറി വെക്കാനുള്ള അരപ്പെല്ലാം റെഡിയാണ്. നമ്മുടെ മുളകും മല്ലിയും മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മൾ അരച്ച് ഇങ്ങനെ ഏതാണ്ട് തിളച്ച് വരുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മാങ്ങയും കൂടെ അതിനകത്തിലേക്ക് ഇട്ടു. മാങ്ങ കുറച്ച് ഏറെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ നല്ല പുളിയുള്ള മാങ്ങ അല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ ഇട്ടിരിക്കുകയാണ്. അപ്പം മാങ്ങ ഇട്ടു. ഇനി നമ്മുടെ മീനും കൂടെ പറക്കി അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഏറെ ഉണ്ട് കേട്ടോ. 2 പൗണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ഏറെ ഉണ്ട് മീൻ. കുറച്ച് ഞാൻ അതിനടുത്തിലെടുത്ത് വറക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതായിട്ട് നല്ലതായിട്ട് മസാല പുരട്ടി ഒന്ന് വറക്കാമെന്ന് വിചാരിക്കുകയാണ്. ബാക്കി നമുക്കിപ്പോൾ ഈ മാങ്ങയിട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം മീനെല്ലാം ഇട്ട് കൊടുത്ത് ഇനി ഒരു ശകലം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഓക്കെ, ഒരു മത്തിക്കധികം വേവൊന്നുമില്ലല്ലോ. ഒരു 5 to 7 മിനിറ്റ് ഒന്ന് വെന്തോട്ടെ. അപ്പോൾ ഇതിനകത്തിലേക്ക് ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇവിടെ വെളിച്ചെണ്ണയൊക്കെ തണുപ്പായതുകൊണ്ട് ഇങ്ങനെയായിരിക്കുന്നത് കേട്ടോ. ഇതും കൂടി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി. അപ്പോൾ വെളിച്ചെണ്ണ ഇട്ടപ്പോൾ എന്തൊരു മണമാണെന്നറിയാം. മണം തന്നെ കേട്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ കറി മാത്രമല്ല കേട്ടോ, ഞാൻ കുറച്ച് വറക്കാനും എല്ലാം നല്ലതായിട്ടും മസാലയെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് വറക്കുന്നില്ല. അപ്പോൾ ഞാൻ എടുത്ത് വെക്കുകയാണ്. പിന്നെ നമുക്ക് വറക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ. ഞാൻ കുറച്ച് റൈസ് വെച്ചിട്ടുണ്ട്. അത് ഇച്ചിരി ബട്ടർ ഇട്ട് ഇച്ചിരി വൈറ്റ് റൈസാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മത്തി തേങ്ങ അരച്ച് കറിയും കിട്ടി. ഓക്കെ.